നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് അളവുകളും യൂണിറ്റുകളും, ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗചലനം. അളവുകളും യൂണിറ്റുകളും. അടിസ്ഥാന യൂണിറ്റുകൾ, ബേസിക് യൂണിറ്റ്സ്. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ. അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം നീളം ലെങ്ത്, പിണ്ഡം മാസ്, സമയം ടൈം. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, FPS ഫുട്ട് പൗണ്ട് സെക്കൻഡ്. SI യൂണിറ്റ്. MKS യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ് സമ്പ്രദായം. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI യൂണിറ്റ് സമ്പ്രദായം. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്. ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1960. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളാണ് 7. SI യൂണിറ്റുകളുടെ സവിശേഷതകൾ: ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും: നീളം മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുതപ്രവാഹം ആംപിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, പ്രകാശ തീവ്രത കാൻഡല. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ്സ്. ഒരു ഹാൻഡ്സ് 4 ഇഞ്ചാണ്. നീളം അളക്കുന്നതിന് പണ്ടുപയോഗിച്ചിരുന്ന തോതുകളാണ് മുഴം, വാര എന്നിവ. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ. 90% പ്ലാറ്റിനത്തിൽ 10% ഇറീഡിയം ചേർത്ത് നിർമ്മിച്ച് 0°C ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്കം ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാദണ്ഡിൽ രേഖപ്പെടുത്തിയ 2 അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് 1 മീറ്റർ. ശൂന്യതയിൽ പ്രകാശം 1/27,97,458 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് മീറ്റർ. ഒരു അളവുകോൽ അല്ലെങ്കിൽ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് ലീസ്റ്റ് കൗണ്ട്. നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, ആൻസ്ട്രോം, പൈക്കോമീറ്റർ, ഫെർമി. വളഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കാൻ അവലംബിക്കുന്ന മാർഗമാണ് നൂലും മീറ്റർ സ്കെയിലും ഉപയോഗിച്ച് അളക്കുക. ഒരു ആംസ്ട്രോം 10⁻⁻10 മീറ്റർ, ഒരു പൈക്കോമീറ്റർ 10⁻⁻12 മീറ്റർ, ഒരു ഫെർമി 10⁻⁻15 മീറ്റർ. 2 പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കിലോമീറ്റർ. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU, പ്രകാശവർഷം ലൈറ്റ് ഇയർ, പാരലാറ്റിക് സെക്കൻഡ് പാർസെക്. ഒരു AU 1.496 × 10⁻11 മീറ്റർ, ഒരു പാർസെക് 3.086 × 10⁻16 മീറ്റർ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 15 കോടി കിലോമീറ്റർ. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. ഒരു പാർസെക് 3.26 പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. ഒരു കിലോമീറ്റർ 10⁻³ മീറ്റർ. ഒരു സെൻറ്റിമീറ്റർ 10⁻⁻2 മീറ്റർ. ഒരു മില്ലിമീറ്റർ 10⁻⁻3 മീറ്റർ. ഒരു മൈക്രോമീറ്റർ 10⁻⁻6 മീറ്റർ.
ഒരു നാനോമീറ്റർ 10⁻⁻6 മീറ്റർ. മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. 90% പ്ലാറ്റിനം, 10% ഇറീഡിയം എന്നിവയുടെ ലോക സങ്കരം കൊണ്ട് നിർമ്മിച്ച് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ മാസാണ് 1 കിലോഗ്രാം. ഇതുപോലൊന്ന് ന്യൂഡൽഹിയിലെ നാഷണൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിരിക്കുന്നു. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റു യൂണിറ്റുകളാണ് മില്ലിഗ്രാം, ഗ്രാം, ക്വിൻ്റൽ, ടൺ, അറ്റോമിക് മാസ് യൂണിറ്റ് എന്നിവ. 1 മില്ലിഗ്രാം 10⁻⁻6 കിലോഗ്രാം, 1 ഗ്രാം 10⁻⁻3 കിലോഗ്രാം, 1 ക്വിൻ്റൽ 10⁻2 കിലോഗ്രാം, 1 ടൺ 10⁻3 കിലോഗ്രാം. 1 അറ്റോമിക് യൂണിറ്റ് 1.66 × 10⁻⁻27 കിലോഗ്രാം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് സെക്കൻഡ്. സമയത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്. 1 മില്ലി സെക്കൻഡ് 10⁻³ സെക്കൻഡ്, 1 മൈക്രോ സെക്കൻഡ് 10⁻⁻6 സെക്കൻഡ്, 1 നാനോ സെക്കൻഡ് 10⁻⁻9 സെക്കൻഡ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം അല്ലെങ്കിൽ ഒരു ദിവസം. ഒരു ദിവസം അല്ലെങ്കിൽ സോളാർ ദിനം എന്നത് എത്ര സെക്കൻഡാണ്? 86,400 സെക്കൻഡ്. 24 മണിക്കൂർ സമം 24 × 60 × 60 സെക്കൻഡ് സമം 86,400 സെക്കൻഡ്. പണ്ട് കാലത്ത് മനുഷ്യർ നിഴൽ നോക്കി സമയനിർണ്ണയം നടത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് നിഴൽ ഘടികാരം, സൺ ഡയൽ. വ്യുൽപ്പന്ന യൂണിറ്റുകൾ, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. പരപ്പളവ് മീറ്റർ സ്ക്വയർ, വ്യാപ്തം മീറ്റർ ക്യൂബ്, സാന്ദ്രത kg/m³, വേഗത മീറ്റർ/സെക്കൻഡ്, ത്വരണം മീറ്റർ/സെക്കൻഡ്², ബലം kg/m²² അല്ലെങ്കിൽ ന്യൂട്ടൺ, പവർ ജൂൾ/സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്, മർദ്ദം Nm²² അല്ലെങ്കിൽ പാസ്കൽ, ഊർജം ജൂൾ. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ട്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. വ്യാപ്തവും സാന്ദ്രതയും, വോളിയം ആൻഡ് ഡെൻസിറ്റി. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. വ്യാപ്തം സമം നീളം ഗുണം വീതി ഗുണം ഉയരം. വ്യാപ്തത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ/ക്യൂബ്. വ്യാപ്തം ഒരു വ്യുൽപ്പന്ന യൂണിറ്റാണ്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസാണ് സാന്ദ്രത. സാന്ദ്രത സമം മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം. സാന്ദ്രതയുടെ യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് ഡിവൈഡ് ബൈ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് kg/m³. ശുദ്ധജലത്തെ അപേക്ഷിച്ച് ഉപ്പുജലത്തിന് സാന്ദ്രത കൂടുതലായിരിക്കും. ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചാവുകടലിലാണ്. ചാവുകടലിൽ ആളുകൾ മുങ്ങിപ്പോകാത്തതിന് കാരണം ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലായതിനാലാണ്. ചാവുകടലിലെ 1 മീറ്റർ ജലത്തിലെ ഉപ്പിൻ്റെ അളവാണ് 340 ഗ്രാം. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ അവ എപ്പോഴും ജലത്തിൻ്റെ മുകളിൽ നിൽക്കും. അളവുകൾ യൂണിറ്റുകൾ. ഭാരം ന്യൂട്ടൺ, പിണ്ഡം കിലോഗ്രാം, സാന്ദ്രത kg/m³, ആക്കം kg/m², വ്യാപക മർദ്ദം ന്യൂട്ടൺ, പവർ വാട്ട്, അന്തരീക്ഷ മർദ്ദം mB/hPa, കാന്തിക ഫ്ലക്സ് വെബർ, ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ, റേഡിയോ ആക്ടിവിറ്റി ക്യൂറി അല്ലെങ്കിൽ ബെക്കറൽ, കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല, ഇലൂമിനൻസ് ലക്സ്, വൈദ്യുത ചാർജ് കൂളോം, വൈദ്യുത പ്രതിരോധം ഓം, റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ, ലൂമിനസ് ഫ്ലക്സ് ലൂമൻ, തിളക്കം കാൻഡല/m². വ്യക്തികളുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകൾ.
വ്യക്തിയുടെ പേര്, അളവുകൾ യൂണിറ്റ്. അലക്സാൻഡ്രോ വോൾട്ട പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഉച്ചത ഡെസിബൽ. ബ്ലെയ്സ് പാസ്കൽ മർദ്ദം പാസ്കൽ. ഹെൻറിച്ച് ഹെർട്സ് ആവൃത്തി ഹെർട്സ്. ജോസഫ് ഹെൻറി ഇൻഡക്റ്റൻസ് ഹെൻറി. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ പ്രവൃത്തി ഊർജം താപം ജൂൾ. മൈക്കൽ ഫാരഡെ കപ്പാസിറ്റൻസ് ഫാരഡ്. സർ ഐസക് ന്യൂട്ടൺ ബലം അല്ലെങ്കിൽ ഭാരം ന്യൂട്ടൺ. ആദ്രേ മാരി ആംപിയർ വൈദ്യുതപ്രവാഹം ആംപിയർ. ചാൾസ് ആഗസ്റ്റിൻ ഡി കൂളംസ് ചാർജ് കൂളോം. അളവുകൾ: 1 ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ. 1 അടി 12 ഇഞ്ച്. 1 അടി 30.48 സെൻറ്റിമീറ്റർ. 1 യാർഡ് 3 അടി. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. 1 ഫാത്തം 6 അടി അല്ലെങ്കിൽ 1.8288 മീറ്റർ. 1 കിലോമീറ്റർ 1000 മീറ്റർ. 1 മൈൽ 1.6 കിലോമീറ്റർ. 1 മൈൽ 8 ഫർലോങ്. 1 ഏക്കർ 100 സെൻറ്റ്. 1 ഹെക്ടർ 2.47 ഏക്കർ. ചലനം: ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ്. ചലനം സംഭവിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ്. ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നതിന് കാരണം എന്താണ്? ചലനം ആപേക്ഷികമാണ്. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിൽ. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നത് പൽചക്രങ്ങളാണ്. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു. തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്നറിയാൻ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ്. സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്ഥിരാവസ്ഥ. ഭൂമിയുടെ ചലനം നമുക്കനുഭവപ്പെടാത്തതിന് കാരണം ശൂന്യതയിലൂടെ സമവേഗതയിൽ കറങ്ങുന്നത് കൊണ്ടാണ്. കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കസേരയെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ കസേര ചലിക്കാത്തതിന് കാരണം ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലമാണ് സന്തുലിത ബലം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ്. സന്തുലിത ബലത്തിന് ഉദാഹരണം: എതിർദിശയിൽ നിന്ന് 2 പേർ തുല്യബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്ന ബലമാണ് അസന്തുലിത ബലം അല്ലെങ്കിൽ ചലനമുളവാക്കാൻ സാധിക്കുന്ന ബലം. അസന്തുലിത ബലത്തിന് ഉദാഹരണം: എതിർദിശയിൽ നിന്ന് 2 പേർ വ്യത്യസ്ത ബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമചലനം. തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് അസമചലനം. നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാചലനം. നേർരേഖാചലനത്തിന് ഉദാഹരണമാണ് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം. വക്രരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് വക്രരേഖാചലനം. വക്രരേഖാചലനത്തിന് ഉദാഹരണം ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം. വർത്തുളാചലനം: വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുളചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. ഒരു ഘൂർണന അല്ലെങ്കിൽ വർത്തുളചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം. വർത്തുളചലനത്തിന് ഉദാഹരണങ്ങൾ: ജയൻറ്റ് വീൽ കറങ്ങുന്നത്, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം, ചക്കിന് ചുറ്റും കാളയുടെ ചലനം, വൃത്തപാതയിലൂടെ കളിതീവണ്ടി ഓടുന്നത്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമവർത്തുള ചലനം. സമവർത്തുള ചലനത്തിൻ്റെ ഉദാഹരണങ്ങൾ: പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം, ജെയിൻറ്റ് വീലിൻ്റെ ചലനം.
തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും ഒഴികെ വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ചലനം, സ്വിച്ച് ഓൺ ചെയ്ത് അല്പനേരത്തിന് ശേഷം സമവേഗത്തിലുള്ള ഫാനിൻ്റെ ദളങ്ങളുടെ അഗ്രഭാഗത്തിൻ്റെ ചലനം. ക്രമാവർത്തന ചലനം. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ. ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണങ്ങളാണ് ഭൂമിയുടെ ഭ്രമണം, പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ദോലനം അല്ലെങ്കിൽ ഓക്സിലേഷൻ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം അല്ലെങ്കിൽ വസ്തു ഒരു തുലനസ്ഥാനത്തെ ആധാരമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഉദാഹരണം: പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാൽ, സിമ്പിൾ പെൻഡുലം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, സമുദ്രത്തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം, വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം മുതലായവ. കമ്പന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ്. പെൻഡുലം ക്ലോക്ക്. സമയത്തെക്കുറിച്ചുള്ള പഠനവും അളക്കലുമാണ് ഹൊറോളജി. ക്ലോക്ക് നിർമ്മാണ കലയാണ് ഹൊറോളജി. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്ക് മന്ദഗതിയിലാകും. ഭ്രമണവും പരിക്രമണവും. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം, അതായത് റൊട്ടേഷൻ. ഉദാഹരണം: പമ്പരം കറങ്ങുന്നത്, വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ. സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത് ഭ്രമണം. ഭൂമധ്യരേഖാപ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത 1670 km/h ആണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 km വേഗത്തിലാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനമാണ് പരിക്രമണ ചലനം. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചലനമാണ് പരിക്രമണ ചലനവും ഭ്രമണചലനവും. ചലിക്കുന്ന വസ്തു ചലനരീതി. ചെണ്ടയുടെ ഡയഫ്രം ദോലനം അല്ലെങ്കിൽ കമ്പനം, കറങ്ങുന്ന കസേര ഭ്രമണം, കറങ്ങുന്ന പമ്പരം ഭ്രമണം, തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം ഭ്രമണം, പൊടിമില്ലിലെ ചക്രങ്ങൾ ഭ്രമണം. ലിഫ്റ്റ് നേർരേഖാചലനം, ഊഞ്ഞാൽ ദോലനം, വീണയിലെ കമ്പി ദോലനം അല്ലെങ്കിൽ കമ്പനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനം. ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം വർത്തുള ചലനം. ദൂരം, സ്ഥാനാന്തരം. ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമാകുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ്. ഒരു വസ്തു ഒരു സ്ഥാനത്തു നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. പ്രവേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം. യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാനെടുക്കുന്ന സമയം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. അതിശ അളവ്. സ്ഥാനാന്തരത്തിൻ്റെ പരിമാണത്തോട് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കും. യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആദ്യ സ്ഥാനത്തു നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം. സദിശ അളവ്. ദൂരത്തിൻ്റെ പരിമാണത്തോട് തുല്യമോ അതിൽ കുറവോ ആയിരിക്കും. യൂണിറ്റ് മീറ്റർ. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി. ഉദാഹരണം: പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കം എന്നിവ. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അതിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റി. ഉദാഹരണം: സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. വേഗത, പ്രവേഗം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അതിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ്. വേഗത സമം ദൂരം ഡിവൈഡ് ബൈ സമയം. വേഗതയുടെ യൂണിറ്റുകൾ മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ. ചലനത്തിലുള്ള ഒരു വസ്തു
തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം അറിയപ്പെടുന്നത് സമവേഗം അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് എന്നാണ്. തുല്യ സമയ ഇടവേളകളിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം തുല്യമല്ല എങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം അറിയപ്പെടുന്നത് അസമവേഗം നോൺ യൂണിഫോം സ്പീഡ് എന്നാണ്. വാഹനങ്ങൾ സഞ്ചരിച്ച വേഗം നിർണ്ണയിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. ശരാശരി വേഗം സമം സഞ്ചരിച്ച ആകെ ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. പ്രവേഗം സമം സ്ഥാനാന്തരം ഡിവൈഡ് ബൈ സമയം. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകൾ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗം അറിയപ്പെടുന്നത് സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്നാണ്. ഉദാഹരണം, പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. വേഗം, ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിൻ്റെ പ്രവേഗം അസമപ്രവേഗം നോൺ യൂണിഫോം വെലോസിറ്റി. ഉദാഹരണം, സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ. ത്വരണം. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. ത്വരണം സമം പ്രവേഗമാറ്റം ഡിവൈഡ് ബൈ സമയം v-u ഡിവൈഡ് ബൈ t. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണം ഒരു സദിശ അളവാണ്. പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണം അറിയപ്പെടുന്ന മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നാണ്, അഥവാ നെഗറ്റീവ് ത്വരണം. മന്ദീകരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആദ്യപ്രവേഗവും അന്ത്യപ്രവേഗവും. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യപ്രവേഗം 0 ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0. മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അന്ത്യപ്രവേഗം 0. ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ. തെങ്ങിൽ നിന്നും താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത്. ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനം. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനമാണ് സമത്വരണം. ചലനം ഗ്രാഫിക ചിത്രീകരണം. ഗ്രാഫ്. ഗ്രാഫ് ഒരു ദ്വിമാന ചിത്രമാണ്. 2 അളവുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രാഫുകൾ ചിത്രീകരിക്കാൻ സാധിക്കും. ഗ്രാഫിന് എത്ര അക്ഷങ്ങളുണ്ട്? 2. തിരശ്ചീന അക്ഷം x, ലംബ അക്ഷം y. XY അക്ഷങ്ങൾ ബന്ധിക്കുന്നത് മൂലബിന്ദുവിൽ അല്ലെങ്കിൽ ഓയിലാണ്, അഥവാ ഒറിജിനിൽ. മൂലബിന്ദുവിൽ നിന്നും വലത്തോട്ടുള്ളത് പോസിറ്റീവ് അക്ഷം, മൂലബിന്ദുവിൽ നിന്നും ഇടത്തേക്കുള്ളത് നെഗറ്റീവ് അക്ഷം. ഒരു വസ്തുവിൻ്റെ വേഗത കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗ്രാഫാണ് സ്ഥാന സമയ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു വസ്തുവിൻ്റെ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഗ്രാഫ് പ്രവേഗം സമയ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ഥാനാന്തര സമയ ഗ്രാഫുകൾ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. നിശ്ചലാവസ്ഥയിലായിരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് സ്ഥിരപ്രവേഗത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തു സ്ഥിരത്വരണത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തു സ്ഥിരമന്ദീകരണത്തിൽ സഞ്ചരിക്കുന്ന വസ്തു. പ്രവേഗ സമയ ഗ്രാഫുകൾ, വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ഥിരപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തു ആദ്യ പ്രവേഗം 0 സ്ഥിരപ്രവേഗത്തോടും കൂടി സഞ്ചരിക്കുന്ന വസ്തു സ്ഥിരമായ മന്ദീകരണത്തോടുകൂടി സഞ്ചരിക്കുന്നതും ആദ്യ പ്രവേഗം 0 സഞ്ചരിക്കുന്ന വസ്തു. മന്ദീകരണം സ്ഥിരവും ആദ്യ പ്രവേഗവും 0
പ്രവേഗം വർദ്ധിക്കുമ്പോൾ വസ്തുവിൻ്റെ ചലനം പ്രവേഗം കുറയുമ്പോൾ ത്വരണ പ്രവേഗ ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. സ്ഥിരമായ ത്വരണത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് സ്ഥിരമായി വർദ്ധിച്ചു വരുന്ന ത്വരണത്താൽ നീങ്ങുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് സ്ഥിരമായി കുറഞ്ഞു വരുന്ന ത്വരണത്താൽ നീങ്ങുന്ന വസ്തുവിൻ്റെ ഗ്രാഫ്. ചലന സമവാക്യങ്ങൾ. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയായിരിക്കും. സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയല്ലെങ്കിൽ വസ്തുവിൻ്റെ ചലനം അസമവേഗത്തിലായിരിക്കും. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. പ്രവേഗ സമയബന്ധം കാണിക്കുന്ന സമവാക്യമാണ് ത്വരണം. എ സമം പ്രവേഗ വ്യത്യാസം ഡിവൈഡ് ബൈ സമയം. എ സമം v മൈനസ് യു ഡിവൈഡ് ബൈ ടി. അന്ത്യപ്രവേഗം v ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഒന്നാം ചലന സമവാക്യം. സ്ഥാന സമയ ബന്ധം കാണിക്കുന്ന സമവാക്യം സ്ഥാനാന്തരം s സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. രണ്ടാം ചലന സമവാക്യം. സ്ഥാനപ്രവേഗ ബന്ധം കാണിക്കുന്ന സമവാക്യം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. മൂന്നാം ചലന സമവാക്യം. ഒരു വസ്തു സഞ്ചരിക്കാനെടുക്കുന്ന സമയം അറിയില്ലെങ്കിലും UAS എന്നിവ അറിയാമെങ്കിൽ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം കണ്ടെത്താൻ സഹായിക്കുന്ന ചലന സമവാക്യമാണ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ചലന സമവാക്യങ്ങൾ v ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. v ഇസ് ഈക്വൽ ടു അന്ത്യപ്രവേഗം, u ഇസ് ഈക്വൽ ടു ആദ്യപ്രവേഗം, a ഇസ് ഈക്വൽ ടു ത്വരണം, s ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം, t ഈസ് ഈക്വൽ ടു സമയം. ചലന നിയമങ്ങൾ ലോസ് ഓഫ് മോഷൻ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ്. ഒന്നാം ചലന നിയമം. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. ഒന്നാം ചലന നിയമം. ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ഒന്നാം ചലന നിയമം. നിശ്ചലാവസ്ഥയിലും നേർരേഖയിലെ സമചലനത്തിലും വസ്തുവിൻ്റെ ത്വരണം 0 ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 ആ വസ്തുവിൻ്റെ ത്വരണം 0 ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നത് ഒന്നാം ചലന നിയമമാണ്. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? ഒന്നാം ചലന നിയമം. ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നത് ചലനജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ എന്നാണ്. ചലനജഡത്വത്തിന് ഉദാഹരണങ്ങൾ: സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നത്, ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നത്, ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത്, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നത് നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നാണ്. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങൾ: അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുകളുടെ അട്ടി തെറ്റിക്കാതെ അടിയിലത്തെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നത്, മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റു വീഴുന്നത്, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പിറകോട്ട് ചായുന്നു,
പലകയിൽ ഇഷ്ടിക വച്ചതിന് ശേഷം പലക പെട്ടെന്ന് വലിച്ചാൽ ഇഷ്ടിക യഥാസ്ഥാനത്ത് തുടരുന്നത്. രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലും ആയിരിക്കും. ഇതാണ് രണ്ടാം ചലന നിയമം. ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണവും അതിൽ പ്രയോഗിച്ച ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. F=ma എന്ന നിർവചനം ലഭിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. F ബലം അല്ലെങ്കിൽ ഫോഴ്സ്, m പിണ്ഡം അല്ലെങ്കിൽ മാസ്, a ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ/സെക്കൻഡ്² ത്വരണമുണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ്. ആവേഗം സമം ബലം ഇൻറ്റു സമയം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും. ആവേഗം സമം mv - mu. ഇത് ആവേഗ ആക്കതത്വം എന്ന് അറിയപ്പെടുന്നു. മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. മൂന്നാം ചലന നിയമം. വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചലന നിയമമാണ് മൂന്നാം ചലന നിയമം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അത് പ്രവർത്തനവും ആ വസ്തു തിരിച്ച് എതിർദിശയിൽ തുല്യ അളവിൽ ആദ്യ വസ്തുവിൽ പ്രയോഗിക്കുന്നത് പ്രതിപ്രവർത്തനവുമായിരിക്കും. മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം. ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരു വ്യക്തി കരയിലേക്ക് ചാടുമ്പോൾ ആ വ്യക്തി തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി തോണി പുറകിലേക്ക് നീങ്ങുന്നു. ഐസിന് മുകളിൽ നിന്നും വണ്ടി തള്ളിയാൽ വണ്ടി നീങ്ങാതിരിക്കുന്നതിന് കാരണം ഐസിൽ നിന്നും പ്രതിപ്രവർത്തനം ലഭിക്കാത്തതുകൊണ്ടാണ്. തോക്കിൽ നിന്നും പായുന്ന വെടിയുണ്ട, തോണി തുഴയുന്നത്, നീന്തുന്നത് എന്നിവയെല്ലാം മൂന്നാം ചലന നിയമം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഐസക് ന്യൂട്ടൻ. കാലഘട്ടം 1642 മുതൽ 1727 വരെ. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൻ. ഗുരുത്വാകർഷണ നിയമത്തിലെത്തിച്ചേരാൻ സർ ഐസക് ന്യൂട്ടൻ അവലംബിച്ചത് ആരുടെ ഒക്കെ നിരീക്ഷണ ഫലങ്ങളെയാണ്? ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ. മുകളിലേക്ക് എറിയുന്ന വസ്തു താഴോട്ട് വീഴുന്നതിൻ്റെ കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. ഫിലോസഫിയ നാച്ചുറലിസ്, പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക, ഓപ്റ്റിക്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ഐസക് ന്യൂട്ടനാണ്. പ്രതിഫലന ദൂരദർശിനി ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും സർ പദവി ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൻ. മനുഷ്യവംശത്തിലെ ഏറ്റവും ഉത്തമവും അമൂല്യവുമായ രത്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം അല്ലെങ്കിൽ മൊമെൻ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. പിണ്ഡം അല്ലെങ്കിൽ മാസ് എമ്മും പ്രവേഗം വെലോസിറ്റി വിയും ആയാൽ ആക്കം സമം മാസ് ഇൻറ്റു പ്രവേഗം P=mv. ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വസ്തുവിൻ്റെയും ആക്കം 0 u പ്രവേഗത്തോടെ ചലിക്കുന്ന m മാസുള്ള ഒരു വസ്തുവിൽ t സമയത്തേക്ക് f ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ പ്രവേഗം v ആയി മാറുന്നുവെങ്കിൽ ആക്ക വ്യത്യാസ നിരക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആക്ക വ്യത്യാസം ഡിവൈഡ് ബൈ സമയം m ഇൻറ്റു v - u ഡിവൈഡ് ബൈ t. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ആക്ക വ്യത്യാസ നിരക്കിലെ നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് ബലം പ്രയോഗിച്ചിരിക്കുന്നത് ചലനത്തിൻ്റെ എതിർദിശയിലാണ്.
ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് നേർ അനുപാതത്തിലും അതിൻ്റെ ദിശ പ്രയോഗിക്കപ്പെടുന്ന ബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. ആക്ക സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഒരു ബാഹ്യ ബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. m1v1 + m2v2 = m1u1 + m2u2. ആക്ക സംരക്ഷണ നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ: റോക്കറ്റ് വിക്ഷേപണത്തിൽ, ജെറ്റ് എഞ്ചിനിൽ, പിസ്റ്റോൾ ഉപയോഗിക്കുമ്പോൾ. പ്രൊജക്ടൈൽ മോഷൻ. അന്തരീക്ഷത്തിലൂടെ ചരിച്ച് നിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈലുകൾ. അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനം പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈലിന് ഉദാഹരണങ്ങൾ: ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, പീരങ്കിയുടെ ചലനം, അമ്പെയ്ത്ത്, ഹാമർ ത്രോ, ഷോട്ട് പുട്ട്, ഹോസ് പൈപ്പിൽ നിന്നുള്ള വെള്ളം, മിസൈലുകൾ, ഹെഡ് ചെയ്ത ഫുട്ബോളിൻ്റെ ചലനം. ഒരു പ്രൊജക്ടൈലിൻ്റെ പാത പാരാബോള. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോൺ അളവ് 45 ഡിഗ്രി. തരംഗചലനം. കണ്ണികളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗചലനം, വേവ് മോഷൻ. വിവിധതരം തരംഗങ്ങൾക്ക് ഉദാഹരണം: ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, യാന്ത്രിക തരംഗം. തരംഗങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം: യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ്, വൈദ്യുതകാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. യാന്ത്രിക തരംഗങ്ങൾ രണ്ട് വിധമുണ്ട്: അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ്, അനുദൈർഘ്യ തരംഗം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഉദാഹരണം: പ്രകാശം. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രെനൽ. ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഒരു തരംഗത്തിൻ്റെ തുലനസ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ശൃംഗങ്ങൾ അല്ലെങ്കിൽ തിരാശിഖരം, ക്രസ്റ്റ്. തുലനസ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ഗർത്തങ്ങൾ അല്ലെങ്കിൽ തീരാതടം, ട്രഫ്. തീരാതടം, ട്രഫും തിരാശിഖരവും ട്രസ്റ്റും തമ്മിലുള്ള ലംബ ദൂരമാണ് തരംഗത്തിൻ്റെ ഉയരം. തുലനസ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ഇതിനെ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത്. തരംഗദൈർഘ്യം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരമാണ് ലാംഡ, യൂണിറ്റ് മീറ്റർ എം. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിൻ്റെ ടൈം പീരീഡ്. തരംഗത്തിൻ്റെ പീരീഡിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ടി. ടൈം പീരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡ് എസ്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എഫ്. ആവൃത്തി എഫ് = കമ്പനങ്ങളുടെ എണ്ണം n / കമ്പനങ്ങൾ ഉണ്ടാക്കാനെടുക്കുന്ന സമയം ടി. ആവൃത്തിയും ടൈം പീരീഡും തമ്മിൽ ബന്ധപ്പെടുത്തിയാൽ ലഭിക്കുന്ന സമവാക്യമാണ് F = 1/t. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. ആവൃത്തി തരംഗദൈർഘ്യത്തിൻ്റെ വിപരീതാനുപാതത്തിലായിരിക്കും. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് അതിൻ്റെ വേഗം അല്ലെങ്കിൽ സ്പീഡ്. വേഗത്തിൻ്റെ പ്രതീകം v, യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്. v = f ലാംഡ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ്. ഉദാഹരണം: ശബ്ദതരംഗം. ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സിസ്മിക് തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകൾ കംപ്രഷനിലും നീചമർദ്ദ മേഖലകൾ റെയർ ഫ്രാക്ഷനിലും സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണിവ. അടുത്തടുത്ത രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലമാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം.
ഭൂകമ്പം, വൻസ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സിസ്മിക് തരംഗം. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങളാണ് സിസ്മിക് തരംഗങ്ങൾ. സിസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സിസ്മോളജി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലിലാണ്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഉപകരണമാണ് സിസ്മോഗ്രാഫ്. 3 തരം സിസ്മിക് തരംഗങ്ങളുണ്ട്. പ്രാഥമിക തരംഗങ്ങൾ പ്രൈമറി വേവ്സ് അഥവാ പി തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ സെക്കൻഡറി വേവ്സ് അഥവാ എസ് തരംഗങ്ങൾ, ഉപരിതല തരംഗങ്ങൾ. ഏറ്റവും വേഗമേറിയ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന 2 തരത്തിലുള്ള ഉപരിതല തരംഗങ്ങളാണ് റാലെ തരംഗങ്ങളും ലവ് തരംഗങ്ങളും. ഭൂകമ്പം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പ്രധാന കാരണം ഉപരിതല തരംഗങ്ങളാണ്. സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഡാർട്ട്. ഡാർട്ടിൻ്റെ പൂർണ്ണ രൂപമാണ് ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. 20 ഹെർട്സിൽ കുറവ് ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ്. അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ ആവൃത്തി 20 കിലോ ഹെർട്സിന് മുകളിൽ ആയിരിക്കും. ഫോട്ടോഗ്രാഫിയിൽ ഫിലിം നിർമ്മിക്കാനും ആന്തരികാവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക്. മൂത്രാശയ കല്ല് പൊട്ടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക്. രോഗനിർണയത്തിനും അതായത് അൾട്രാസൗണ്ട് സ്കാനിംഗ്, ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ, സ്പൈറൽ ട്യൂബ്, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന തരംഗങ്ങളാണിവ. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണിവ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കുന്ന പ്രക്രിയയാണ് എക്കോകാർഡിയോഗ്രാഫി. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന മാർഗമാണ് അൾട്രാസോണോഗ്രാഫി. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊട്ടിച്ച് കളയാൻ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. എക്കോലൊക്കേഷൻ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോലൊക്കേഷൻ. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുന്ന ജീവിയാണ് വവ്വാൽ, ഡോൾഫിൻ എന്നിവ. ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക്. സോളാറിൻ്റെ പൂർണ്ണ രൂപമാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സമുദ്രത്തിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിൻ്റെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗമാണ് കപ്പൽ ഗതാഗതം. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ശബ്ദം. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത എക്കോലൊക്കേഷൻ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.